പ്രൊഡക്ഷൻ മാനേജർ മോഹൻ. മോഹൻ തിരുവനന്തപുരമാണ്. ഇവനാണ് ലേഡീസ് കാസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ എത്ര ആൾക്കാരെ നമ്മൾ അറിഞ്ഞു. ശരി ശരി, ഇനി അടുത്ത പടത്തിന് നോക്കാം. കളറില്ല പടത്തിന്. മമ്മൂട്ടി കമ്പനിയുടെ 3 പടം ഉണ്ടായി. ഭ്രമയുഗം നമ്മുടെ പടമല്ല, ഞാൻ മനസ്സിലായിട്ടില്ല. കുഴപ്പമില്ല, ഞങ്ങൾ ഏറ്റെടുത്തു. നിങ്ങൾ പുറത്തേക്ക് കയറുമ്പോൾ നന്ദിയില്ലാത്തവനെന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ജോർജിനെ ഞാൻ വെച്ചിട്ടുണ്ട്. പലർക്കും പണത്തിനോട് ആർത്തി ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് ആർത്തി ഉണ്ടാവും. പക്ഷെ അഭിനയത്തിനോട് ആർത്തിയുള്ള ഈ വ്യക്തി ഇനി മുമ്പോട്ട് തന്നെ പോകും. സോ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് പിക്ചറോട് കൂടി നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം വൈൻഡപ്പ് ആയിരിക്കുകയാണ്. അനിഖ തുടക്കം മുതലേ നമ്മുടെ കൂടെയുള്ള ആളാണ് അനിഖ. സോ മമ്മൂക്കയുടെ കുട്ടിയായിട്ട് മുതലേ നമ്മൾ സിനിമയിൽ കാണുന്ന ആളാണ്. And Mamuka himself called Anika on stage. Anika, few words? Very excited to do that. Thank you so much, Mamuka. Thank you. Thanks a lot, Anika, for joining us. സിനിമയുടെ ആർട്ട് ഡയറക്ടറാണ്. ഒന്നും പറ്റിയിട്ടില്ല, ചുമ്മാ ആൾക്കാരെ കണ്ടോട്ടെന്ന് ചോദിച്ചില്ല. റോഡ് അഭിനയിച്ചൊരു പയ്യൻ. അഭിജിത്ത് കോസ്റ്റ്യൂമർ. പടത്തിന്റെ കോസ്റ്റ്യൂമറാണ്. എന്നെയും കോസ്റ്റ്യൂമർ. ടൈറ്റിൽ ഇവൻ്റെ ആശം. അടുത്ത ആളോട് ഞാൻ മറ്റേ ഡിസൈനറോട് ഡിസൈനർ സ്റ്റില് ഇത്ര മുട്ട അടിച്ചിട്ടാണോ മനസ്സിലായത്? ഇവിടെ മെയിൻ ക്യാമറമാനെ വിളിച്ചിട്ടില്ല. അതെങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് അവിടെ ചായ തുടങ്ങാൻ പറ്റും? എന്നെയൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ദുഷ്ടനായിട്ട് ഇങ്ങനെ നല്ല സ്റ്റൈലാക്കി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നല്ല ടെക്നീഷ്യന്മാരാണ് എല്ലാവരും. ബോസേ ഇപ്പോഴത്തെ മെയിൻ ഡയറക്ടറാണ്. ഈ പുള്ളിയുടെ അസിസ്റ്റൻ്റാണ് നമ്മുടെ ഡയറക്ടർ. ഈ പുള്ളി എന്ത് വേണം? എഡിറ്റർ ഡ്രോയിങ്. പ്രൊഡക്ഷൻ മാനേജർ മോഹൻ. മോഹൻ തിരുവനന്തപുരമാണ്. ആഷിക അസിസ്റ്റന്റ് ഡയറക്ടർ. എടാ നിന്നിട്ട് ഇവനാണ് ലേഡീസ് കാസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ എത്ര ആൾക്കാരെ നമ്മൾ അറിഞ്ഞു.
ശരി ശരി ഞാൻ അടുത്ത പടത്തിന് നോക്കാം. ആ റോൾ അഭിനയിച്ചാണ് കുഴപ്പമില്ല. നന്നായിരുന്നു കേട്ടോ. സുശീൽ ഒരു ദുശ്ശീലില്ലാത്ത ഒരാളാണ്. പേരിൽ തന്നെ ദുശ്ശീലില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കളറിങ്ങാ നല്ല കളറില്ല പടത്തിൽ. മമ്മൂട്ടി കമ്പനിയുടെ 3 പടം ഉണ്ടായി. ഭ്രമയുഗം. പ്രൈമറി നമ്മുടെ പടമല്ല, ഞാൻ മനസ്സിലായിട്ടില്ല. കുഴപ്പമില്ല, ഞങ്ങൾ ഏറ്റെടുത്തു. പറയുന്ന പോലെ ഇനിയത്ത് അടുത്ത തലമുറയായി കാണുന്നത്. പിന്നെ ട്രെയിലറൊക്കെ കട്ട് ചെയ്ത് ഷാമിൽ ബാബാ, നമ്മുടെ മെയിൻ ആക്ടേഴ്സ് കുറച്ച് പേരുണ്ട്. ബാബാ പേര് പറഞ്ഞാൽ അഖിലയ്യപ്പൻ എന്നാണ് പേര്. മമ്മൂട്ടി കമ്പനിയിലെ പർച്ചേസിങ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടി സാറിന് കാണാൻ പറ്റിയതും പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. കൈ വരച്ചിട്ട് വയ്യ, വേറെ ഒന്നുമില്ല, ഭയങ്കര സന്തോഷം. ചെറുപ്പം മുതൽ കാണുന്നതാണ് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറിയിരുന്ന്. പിന്നെ ജോർജ് ചേട്ടനാണ് എനിക്കിത് അവസരം ഒപ്പിച്ചെന്നൊക്കെ. ജോർജ് കൂടെ കളിക്കുന്നുണ്ട് CSK എന്ന് പറഞ്ഞ കൊച്ചു ടീമിൽ. അപ്പോൾ അതിൽ ഉണ്ട്. എൻ്റെ പേര് ശങ്കർ. എക്സൈറ്റഡ് ആണ് ഇതിലൊരു ഭാഗമാവാൻ പറ്റിയാലും ജിഷ്ണു സാറിൻ്റെ അടുത്തും ജിതിൻ്റെ അടുത്തും ഒരുപാട് നന്ദി. താങ്ക്സ്. എൻ്റെ പേര് ചന്ദ്രപ്രസാദ്. തൃശ്ശൂരാണ് സ്വദേശം. ഞാൻ സാറിൻ്റെ പ്രാഞ്ചേട്ടൻ സിനിമ ഷൂട്ടിംഗ് കാണാൻ കുറേ ഇടിയൊക്കെ കിട്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇത്ര അടുത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഹായ്, എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ ജോർജേട്ടൻ്റെ പുറകെ ആഷിക്കേട്ടൻ പറിച്ചിട്ടാണ് വിളിച്ചത്. ബോസേട്ടാ താങ്ക് യു. ജിഷ്ണു ചേട്ടാ, ജിൻ ചേട്ടാ താങ്ക് യു. എൻ്റെ പേര് ഹരിശങ്കർ. അതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. താങ്ക് യു ബോസങ്കിൾ, ജിഷ്ണു ചേട്ടാ, ജിബിൻ ചേട്ടാ താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ദേവ് ജി ദേവൻ. ജോർജ് ഏട്ടനാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചത്. നമുക്ക് ഞാൻ ടി എ റസാക്കിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു 2 വർഷം ലാസ്റ്റത്തെ. പിന്നെ ചക്കരമ്മ സായൻ സാറിൻ്റെയും അസോസിയേറ്റ് ആയിരുന്നു. ഡയറക്ഷൻ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ജോർജ് ഏട്ടനാണ് ഇവിടെ എത്തിച്ചത്. താങ്ക് യു. ഒരു കാര്യം പറയാൻ പറ്റുമോ? എനിക്ക് ജിഷ്ണു ചേട്ടനും ജിതിൻ ചേട്ടനാണ് ചാൻസ് ഇതിലേക്ക് തന്നത്. ഏറ്റവും വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നിങ്ങൾ പുറത്തേക്ക് കയറുമ്പോൾ നന്ദിയില്ലാത്തവനെന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് വിജയ് ശുദ്ധവ് എന്നാണ്. ഞാൻ ജോർജ് ചേട്ടൻ തന്നെയാണ് എന്നെയും ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഫീമെയിൽ കാസ്റ്റിംഗ് ചെയ്തു എന്ന് സാറ് പറഞ്ഞ ആഷിക്ക് കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് എത്തിയത്. ഇനി ഒരാൾ കൂടെ കാണാനുണ്ട്. ആദ്യ സൂരജ് ഇവിടെ വന്നിട്ടുണ്ട്. ആർജെ സൂരജ് ഖത്തറിലാണ്. ഖത്തറിൽ 3 റേഡിയോ സ്വന്തമായിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഞാനിങ്ങനെ വളരെയധികം എക്സൈറ്റ്മെൻറ്റോടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സാധ്യത തേടിയതിനേക്കാളും കൂടുതൽ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിക്കുമോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. താങ്ക് യു ജിതിൻ ചേട്ടാ. വലിയൊരു സന്തോഷം. കാരണം ഇന്ന് ഈ ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സമുദ്രക്ക സ്പെഷ്യലി ടിക്കറ്റ് എടുത്തിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടി വന്നതാണ്. അപ്പോൾ ഭയങ്കരമായ സന്തോഷം ഇന്ന് ഈ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. ആൻഡ് ഈ ഒരു മൂവിയുടെ ഓവർസീസ് നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇന്ന് പൊട്ടിയിട്ടുള്ളത്. അത് വേറെ ലെവലിലേക്ക് പോട്ടെ. മമ്മൂക്ക താങ്ക് യു. ചെറിയൊരു റോള് ചെയ്യാൻ പറ്റി. അതിൽ ആദ്യത്തെ സിനിമയിൽ ആദ്യം ഒരു തല കാണിച്ചപ്പോൾ മമ്മൂക്കയായിരുന്നു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓരോരുത്തരായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സന്തോഷം. താങ്ക് യു. ജോർജിനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇവിടെ വരാൻ പറ്റിയത് വളരെ സന്തോഷം. വിളിക്കുമെന്ന് വിളിച്ചാലും ഇന്നേലും ഒക്കെ
അഭിനയിക്കുവാണ് ഇനി. അല്ല ഒന്നുമല്ല, നമ്മുടെ ഒരു ഫാമിലിയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സിനിമകളൊക്കെ പറഞ്ഞാൽ ഇതിവിടെ ഉണ്ടാവേണ്ടത് പ്രേക്ഷകരുടെയും കൂടെ നമ്മുടെ കൂടെ ഉത്തരവാദിത്വമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത്ര കൂടെ പറയാം. എല്ലാ ആശംസകളും എല്ലാവർക്കും. താങ്ക് യു മമ്മൂക്ക. പറഞ്ഞ ജിയോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലി എന്നുള്ളൊരു സിനിമയാണ് കടങ്കാവല്. എനിക്കും കാതൽ കൂടാതെ ടർബോ എന്ന് പറയുന്ന സിനിമയിലും ഭാഗവാൻ സാധിച്ചു മമ്മൂട്ടി കമ്പനിയുടെ ഒപ്പം 2 സിനിമകൾ. എന്തായാലും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഒരു എന്താ പറയുക ഒരു ഡ്രീം മൊമെൻ്റ് തന്നെയാണ് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാ മമ്മൂട്ടി കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സിനും ജോർജ് ചേട്ടനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കടങ്കാവൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. പറയൂല. താങ്ക് യു മമ്മൂക്ക. ഞാനിൽ അഭിനയിച്ചിട്ടുണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചെറിയ പോർഷൻ അതിന് ഭാഗമായിട്ടുണ്ട്. താങ്ക് യു. നമ്മളൊരു റോളും കൂടെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മമ്മൂക്ക. നമ്മുടെ കമ്പനിയിൽ പടമാണ്. താങ്ക് യു. എനിക്ക് ഇതിൽ എന്നോട് ആദ്യം പറഞ്ഞൊരു നാടകക്കാരനെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു ആദ്യത്തിൽ. അപ്പം ഞാൻ ഒരാളെ കൊടുത്തു, അവരെന്നെ അഭിനയിച്ചു തോന്നുന്നു. പിന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു എന്തെങ്കിലും ഒരു പാസിംഗ് ഷോട്ട് അവസാനം കിട്ടി. താങ്ക് യു. വേദിയിലേക്ക് ക്ഷണിച്ചതും കടങ്കാവൽ ഏറ്റവും വലിയൊരു വിജയമാവട്ടെ. പ്രത്യേകിച്ച് വേദിയിൽ മമ്മൂക്കയും സദസ്സിൽ അമൽദേവ് സാറൊക്കെ ഉള്ള ഇങ്ങനൊരു ഫംഗ്ഷന് നിൽക്കാൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ജിതിൻ. നമസ്കാരം. വേറൊന്നുമല്ല, മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും എക്സ്പെൻസീവായ സിനിമ കണ്ണൂർ സ്ക്വാഡായിരുന്നു. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങുന്നതിന് കുറച്ച് മാസം മുമ്പ് ഞാനും മസീസും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു വിരുന്ന് മമ്മൂക്ക തരികയാണ്. അല്ല, ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ്, ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് മസീസിനും മമ്മൂക്ക ബിരിയാണി വിളമ്പി തരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ പല ആൾക്കാരും പല തോതിലുള്ള, ഞാൻ കാണാത്ത പല തോതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഗ്, പല സാധനങ്ങൾ. അപ്പോൾ ഞാൻ മസീസൊക്കെ കഴിക്കുന്ന പക്ഷേ മമ്മൂക്ക മാത്രം കുറച്ച് കഴിക്കുന്നുള്ളൂ. മമ്മൂക്ക എൻ്റെ അടുത്ത് തുടങ്ങി നാളെ എവിടെ ഉണ്ടാവും, നമുക്ക് എറണാകുളത്ത് ഉണ്ടാവും, മറ്റന്നാൾ പടം റിലീസാണല്ലോ, ഈ നാളെ വീട്ടിൽ എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഞാൻ ആലോചിച്ചു മറ്റന്നാൾ പടം റിലീസായിട്ട് ഒരു മഹാഭാഗ്യമല്ലേ മമ്മൂക്കോടൊപ്പം നൈറ്റ് സ്പെൻഡ് ചെയ്യാലോ എന്നൊക്കെ വിളിച്ചു. മറ്റന്നാൾ പടം റിലീസായി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്ന വർഷം നിന്നെ പുറത്തു വിടുള്ളൂ. എന്താ മമ്മൂക്ക, അല്ല നിന്നെ അവിടെ ഞാൻ വെട്ടി കണ്ടിച്ച് തുണ്ടായിട്ട് സ്വിമ്മിംഗ് പൂൾ വഴി ഞാൻ നിന്നെ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് കായലല്ലേ, അത് കായലിൽ നിന്നെ ആവശ്യമില്ലല്ലോ. അത്രയും എക്സ്പെൻസീവ് ഉള്ള സിനിമയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 28 എനിക്ക് 2ാമത്തെ ആയുസ് നൽകി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാക്കി എല്ലാ സ്റ്റാഫിനും എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തിട്ട് എല്ലാ ഗംഭീര സിനിമകൾക്കും, നമ്മൾ നേരത്തെ മയക്കം റൊഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം ഇത് കൊടുമൺ പോറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ ഭാസ്കർ പട്ടേലൊന്നും അല്ല, അതിൻ്റെ മുകളിലുള്ളൊരു സാധനം, അതല്ല ചുമ്മാ ടീസർ, ഇതാണ് ട്രെയിലർ. അപ്പോൾ ഇത് പരിപാടി ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചാണ് ജിതിൻ, ജിഷ്ണു, സുഹൃത്തായി ഫൈസൽ, മുജീബ്, പ്രവീൺ, അതുപോലെ തന്നെ നല്ലൊരു ടെക്നിക്കൽ ടീം കൂടി മമ്മൂട്ടി കമ്പനി എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു, നമുക്ക് പൊട്ടിച്ചു. അപ്പോൾ ഈ പടം ഒരു ഗംഭീര വിജയം. പലർക്കും പണത്തിനോട് ആർത്തി ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് ആർത്തി ഉണ്ടാവും, പക്ഷെ അഭിനയത്തിനോട് ആർത്തിയുള്ള ഈ വ്യക്തി ഇനി മുമ്പോട്ട് തന്നെ പോകും. ഓക്കെ. ജോർജ് സെബാസ്റ്റ്യൻ. ലൈവ് പ്രൊഡ്യൂസർ സുനിൽ ഗവാസ്കർ. ഓവർസീസ് പ്രൊഡ്യൂസർ ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഓവർസീസ് ഇവിടെ ആരോപണം വന്ന് വലിയ വിളിക്കണം. ഞാൻ ആരെങ്കിലും വിളിക്കാണ്ട് കൈവൊക്കെ വിളിക്കാം. ഞാൻ കാണുന്നവരെയൊക്കെ വിളിക്കുന്നുണ്ട്. നീ 2 വാക്ക് പറയുന്നു. കൃഷ്ണയുടെ അന്ന റഫി ഉണ്ടോ? നമ്മുടെ ലിറിക്സ് വീഡിയോ ഒക്കെ ചെയ്തോ?
ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു സ്റ്റേജ് മേലേക്ക് വിളിക്കുന്നത്. ഈ ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു ജിതിൻ സാർ, മമ്മൂക്ക, ആഷിഖ്, സുനിൽ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ഭക്ഷണം കഴിച്ച് വരിക.